ഹലോ. നമ്മളെ ഈ കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, US ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പഠിക്കാനായിട്ടും PR ആയിട്ടും അങ്ങനെ പല കാര്യത്തിനായിട്ടും മൈഗ്രേറ്റ് ചെയ്ത് വന്നേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു 80% ആൾക്കാരും ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി വന്നേക്കുന്നവരാണ്. അതായത് ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ചിലപ്പോൾ നാട്ടിലെ കടം കാണും, അതൊക്കെ സെറ്റിലായി കുറച്ച് സേവിങ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിക്കൊന്ന് ഫൈനാൻഷ്യലി റിലീവ് ആവാനായിട്ട് വന്നേക്കുന്നവരായിരിക്കും. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു രാജ്യത്തെ കടം തീർക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് രണ്ടാമത്തെ രാജ്യത്ത് കൂടെ അതിനേക്കാട്ടിലും കൂടുതൽ കടം കൂടെ ആക്കി ഒരു നിലയിൽ കൂടെ പോകുന്ന ആൾക്കാരുണ്ട്. അത് പല കാര്യങ്ങളും കൊണ്ട് വരാം. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് വരാം. ചില ആൾക്കാരെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനുള്ളത് കാനഡയിലാണ്. ഇപ്പം ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നതിന് മുന്നേ നമുക്ക് ടാക്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഇത്രയും പ്രശ്നം എന്ന് അറിയില്ലായിരുന്നു. എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിന് പകരം 2 ജോലി അല്ലെങ്കിൽ 3 ജോലി ചെയ്യുമ്പം ഒരു മണിക്കൂറിന് ഇത്രയും കിട്ടുമല്ലോ, ഒരു മണിക്കൂറിന് ഇത്രയും കിട്ടുമല്ലേ എന്നാണ്. ഈ കിട്ടുന്നതിൻ്റെ അതൊന്ന് ടാക്സിൻ്റെ ഇനത്തിൽ ഗവൺമെൻറ് കൊണ്ടുപോകുന്നതും പിന്നെ ഈ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്ന സംഭവം അതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു നീക്കി ബാക്കി വരുമ്പോഴത്തേക്കും കുറച്ച് ബാധ്യതകളൊക്കെ നാട്ടിലും കൂടെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് നമ്മൾ വിചാരിച്ച പോലെ അത്രയ്ക്ക് വലിയ സംഭവമൊന്നും ഫൈനാൻഷ്യലി നമുക്ക് നേടാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാൻ അഗെയിൻ പറയുന്നു, എല്ലാവരുടെയും കാര്യമല്ല, പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയാണ്. അതായത് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, ബാധ്യതകൾ ഒരു വശം കൂടെ പോകുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ കാനഡയിൽ വന്നിട്ട് 5 വർഷമാവുന്നു. ഈ മാസം 5 വർഷം തികയുവാണ്. അപ്പം 5 വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷേ ഞാനൊരു 2 വർഷത്തിൽ ഒരു 3 വർഷത്തിൽ കംപ്ലീറ്റ്ലി സെറ്റ് ആകുമെന്ന് വിചാരിച്ച് ആ ഒരു സെറ്റ് ആവൽ 5 വർഷത്തിലും ആകാനായിട്ട് പറ്റിയിട്ടില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും മെയിനായിട്ട് തോന്നിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാക്സിൻ്റെ പ്രശ്നമാണ്. ടാക്സ് കാരണം നമ്മൾ എത്ര വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത്രയും സാലറി കിട്ടിക്കഴിഞ്ഞാലും ഇത്രയും ടാക്സ് പോകുന്നു, ഇത്രയും ലിവിങ് എക്സ്പെൻസ് പോകുന്നു. അതാണ് എനിക്കൊരു മെയിൻ പ്രശ്നം തോന്നിക്കുന്നത്. അവിടെ നിന്നാണ് ഞാനൊരു ഓൺലൈൻ ബിസിനസ്സിൻ്റെ കാര്യം ആലോചിക്കുന്നത്. ഓൺലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് വേറെ കാര്യങ്ങളുണ്ടല്ലോ, ജോലിയും വീടും കൊച്ചും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഓൺലൈൻ ബിസിനസ്സേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഒരു കടയിടാനായിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് എടുത്ത് വെക്കാനായിട്ടോ ഇതിനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിനാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇപ്പം ഞാൻ കൊടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സമയവും സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഒരു ബിസിനസ് ഒരു ജോലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സമയം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ അത് എപ്പോഴെങ്കിലും ഒക്കെയാണ്. ചിലപ്പോൾ വീക്കെൻഡ്സിലായിരിക്കും, ചിലപ്പോൾ ഈവനിങ്സിലായിരിക്കും, ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും. എനിക്ക് എപ്പോഴെങ്കിലും പറ്റുന്ന സമയത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ രീതിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ബിസിനസ്. അങ്ങനെ തപ്പി ഒരുപാട് റിസർച്ച് ചെയ്യണമല്ലോ, കാരണം നമ്മൾ വേറൊരു രാജ്യത്തു കൂടെയാണ്. അങ്ങനെ ഞാൻ അവസാനം ഒരു ഓൺലൈൻ ബിസിനസ്സിലേക്ക് എത്തി. ഞാൻ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഫെബ്രുവരി തൊട്ട് അതിൻ്റെ ഇൻകം വന്നു തുടങ്ങി. ഞാൻ ഇപ്പോഴും അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓൺലൈൻ ബിസിനസ് ചെയ്ത് സക്സസ് ആയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കാനഡയിൽ വന്നപ്പോൾ തൊട്ട് ഒരുപാട് ആൾക്കാരുടെ വീഡിയോസും പരസ്യങ്ങളും ഒക്കെ കാണുമ്പോഴും ഇതെന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് ഞാനൊരു ശ്രമം നടത്തിയായിരുന്നു. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കിട്ടുമെന്ന്. പിന്നെ എല്ലാവർക്കും ഇത് ചെയ്താൽ പോരെ, അതായത് നോ പെയിൻ നോ ഗെയിൻ എന്നൊരു. കാരണം പലരുടെയും വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്, ഇത്രയും കാശൊക്കെ ഓൺലൈൻ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാവോ, ആ ഒരു വിശ്വസിക്കാൻ പറ്റാഴികയില്ലേ. ആ പോയിന്റിൽ തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. അത് മണ്ടത്തരമായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞൊരു 6 മാസത്തിൽ നടത്തിയ ആ ഒരു ബിഗ് റിസർച്ച് ഒരു 3 വർഷം മുന്നേ നടത്തിയിരുന്നെങ്കിൽ അത്രയും നാൾ മുന്നേ എൻ്റെ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് അത്രയും ഫുൾ ഫ്ലെഡ്ജ് ആവായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇൻകം വരുന്നത് വരയ്ക്കും ഞാൻ അഗെയിൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ഞാൻ ഇത്തിരി ഡബിൾ മൈൻഡിലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയാം, ഇത് ലെജിറ്റ് ആണ്, ഇത് സ്പാം അല്ല, ഇത് MLM അല്ല, ഇത് പിരമിഡ് സ്കീം അല്ല, ഇത് അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി സോഷ്യൽ, ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. പക്ഷേ ഫേസ് കാണിക്കേണ്ട ഫേസ്ലെസ് മാർക്കറ്റിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയോ ഫാമിലിനെയോ ആർക്കും പ്രൊഡക്ട്സ് സെല് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ആരെയും പിടിച്ചു ചേർക്കേണ്ടതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ചെയ്യേണ്ട ഒരു 10% ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഫേർട്ടുണ്ട്. ആ ഒരു എഫേർട്ട് മാത്രം ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ആൻഡ് അത് ചെയ്യാനായിട്ട് ഒരുപാട് സ്കില്ല് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബേസിക് സ്കിൽസ്. അതായത് ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നിങ്ങളുടെ അടുത്തൊരു ഫോൺ കാണും,
മേ ബി നിങ്ങൾ യൂട്യൂബിലായിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും, എവിടെയെങ്കിലും ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. ആ ഒരു സ്കില്ല് മാത്രം മതി. അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രെയിനിങ്, ലൈക്ക് വീഡിയോ ട്യൂട്ടറിങ് അടക്കമുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അതിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയും സ്പൂൺ ഫീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അതായത് ഭക്ഷണം ഇരിപ്പുണ്ട്, എടുത്ത് കഴിക്കുക, അല്ലാണ്ട് എടുത്ത് വായിൽ വെച്ച് കൊടുക്കാതെ പോലത്തെ അത്രയ്ക്കൊരു ലെവലിലേക്കുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ രീതിക്ക് എന്നെ പോലെ തന്നെ ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ചാടി പിടിച്ചൊന്നൊരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാടി പിടിച്ചല്ല തീരുമാനം എടുത്തത്, ഞാൻ നല്ല സമയമെടുത്ത് ആലോചിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് കൂടുതൽ താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ വളരെ പറയുന്നത് ഒരുപാട് വലിയ ഏർണിങ്സ് ഒന്നും ഉണ്ടാക്കിക്കുന്ന ഒരാളല്ല. കാരണം ഞാൻ പറഞ്ഞത് ഞാൻ ആ ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഈ ഒരു ടൈമിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ എനിക്കിതിനെക്കുറിച്ച് അറിയണം, സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഗ്രോ ടുഗദർ. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ആൾക്കാർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. And we'll go from there. Thank you.